രക്തവും വീണ ഒരു സുദിനമാണെന്ന്, ഇന്ത്യയിലെ പട്ടികജാതിക്കാരന്റെ കണ്ണീരും രക്തവും വീണ സുദിനമാണെന്ന്. അതുകൊണ്ടാണ് ഈ ദിവസം ചരിത്രപരം എന്നതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വികാരഭരിതവും കൂടി. പ്രിയമുള്ളവരെ, ഈ കമ്മ്യൂണൽ അവാർഡിലാണ് ആദ്യമായി ഇന്ത്യയിലെ പട്ടികവർഗക്കാരെ ഒരു സാമൂഹ്യ ജനവിഭാഗമായി, ഒരു സാമൂഹ്യ ഗണമായി ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ജനതകളും നമ്മളെ ഒരു ജനതയായി അംഗീകരിക്കുന്നത് ഭരണഘടനാപരമായി ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡിലാണ്. ഈ കമ്മ്യൂണൽ അവാർഡിനെതിരായിട്ടാണ് ഗാന്ധി നിരാഹാര സമരം ആരംഭിച്ചത്. ഈ കമ്മ്യൂണൽ അവാർഡ് രൂപപ്പെടുന്നതിന് മുമ്പുള്ള വട്ടമേശ സമ്മേളനങ്ങളുണ്ട്. ആ വട്ടമേശ സമ്മേളനങ്ങളിൽ നമ്മുടെ സമുദായത്തെ പ്രതിനിധീകരിച്ച് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറും ദിവാൻ ബഹദൂർ ശ്രീനിവാസനും ഒക്കെ നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വട്ടമേശ സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുകയും ആ വട്ടമേശ സമ്മേളനത്തിൽ വളരെ വിശദമായ ഒരു ഭാവി ഭരണഘടന എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായി ഇന്ത്യയിലെ പട്ടികജാതിക്കാരനാണ് ആദ്യമായി, വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, ആദ്യമായി ലോകത്തിന് മുന്നിൽ ഇന്ത്യയിലെ പട്ടികജാതിക്കാരനാണ് ഭാവി ഇന്ത്യ. ആ ഭാവി ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ അഭിപ്രായം ഇന്നതാണ്, ആ ഭരണഘടനയുടെ മാതൃക ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തയ്യാറാക്കി ഈ വട്ടമേശ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറാണ്, വേറെ ആരുമല്ല. അവിടെ അംബേദ്കർ തന്നെ പറയുന്നു, ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യയിലെ പട്ടികജാതിക്കാരോട് എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കുന്ന അംബേദ്കർ മഹാഗ്രന്ഥത്തിൽ പറയുന്നു, ആ വട്ടമേശ സമ്മേളനത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായി ആരെങ്കിലും പങ്കെടുത്തിരുന്നുവെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ മിസ്റ്റർ ഗാന്ധിയാണ് എന്ന് അംബേദ്കർ അടിവരയിട്ട് പറയുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 40 രൂപയൊക്കെ പുസ്തകം വിൽക്കുന്നുണ്ട്, നിങ്ങൾ വാങ്ങണം, വായിക്കണം. നമ്മുടെ KSRTC ബോട്ടുജെട്ടിയുടെ പരിസരത്തുള്ള ബുക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി ഒരു നീല കവറൊക്കെ ഇട്ട് അംബേദ്കറുടെ ഈ പുസ്തകം വിൽക്കുന്നുണ്ട്. ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യയിലെ പട്ടികജാതിക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആ പുസ്തകത്തിൽ അംബേദ്കർ വളരെ കൃത്യമായി പറയുന്നു, അങ്ങേയറ്റം നിരുത്തരവാദപരമായി ആരെങ്കിലും ഈ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ മഹാത്മാവാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന മിസ്റ്റർ ഗാന്ധിയാണ് എന്ന് അംബേദ്കർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗാന്ധി വട്ടമേശ സമ്മേളനം മുതൽ ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെ സംവരണത്തിനെതിരായി, ഇന്ത്യയിലെ പട്ടികജാതിക്കാരെ പ്രതികരിച്ചുകൊണ്ട് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറും ദിവാൻ ബഹദൂർ ശ്രീനിവാസനും പങ്കെടുത്തത് മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമേ ആയില്ല. അവരെ അവഗണിക്കുവാനും ഇന്ത്യയിലെ പട്ടികജാതിക്കാരെ മാത്രമല്ല ഇന്ത്യയിലെ സമസ്ത ജനവിഭാഗങ്ങളെയും പ്രതികരിക്കുന്നത് താനാണ് എന്ന് വരുത്തി തീർക്കാൻ ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ തനിക്കാണ് ഇന്ത്യയിലെ സമസ്ത കാര്യങ്ങളെ കുറിച്ചും അവസാന വാക്ക് പറയാൻ കഴിയുക എന്നർത്ഥത്തിൽ വളരെ ഉത്തുംഗമായ ഗർവോടുകൂടിയാണ് ഗാന്ധി ആ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം കാര്യമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ആ വട്ടമേശ സമ്മേളനത്തിന് മുന്നോട്ട് പോക്കിനെ സഹായിക്കുന്ന രീതിയിലുള്ള അഭിപ്രായഗതികളൊന്നും പറഞ്ഞില്ല എന്നത് ചരിത്രം സാക്ഷി നിർത്തി നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ ആ സമ്മേളനത്തിൽ വെച്ച്, വട്ടമേശ സമ്മേളനത്തിൽ വെച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ പട്ടികജാതിക്കാർക്ക് സവിശേഷമായ അവകാശങ്ങൾ, അതായത് നിയോജക മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ട്, ദ്വയാംഗ മണ്ഡലം എന്ന് പറയുന്ന അംബേദ്കറുടെ സങ്കല്പം ഈ വട്ടമേശ സമ്മേളനത്തിൽ രൂപീകരിച്ച ന്യൂനപക്ഷ കമ്മിറ്റിയുടെ മുൻകൈയിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ മരണം വരെ ഉപവാസം ഇരിക്കുമെന്ന് ആ വട്ടമേശ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ കാര്യത്തിലും നമുക്ക് തർക്കമില്ല. ഗാന്ധി വട്ടമേശ സമ്മേളനത്തിൽ വെച്ച് തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം, മരണം വരെ ഞാൻ നിരാഹാരം ഇരിക്കുമെന്ന് വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. യാർവാദ ജയിലിൽ നിന്നും അയച്ച കത്തൊക്കെ അവിടെ ഇരിക്കട്ടെ.
ധാർവാഡ് ജയിലിൽ നിന്ന് പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കും സ്റ്റേറ്റ് സെക്രട്ടറിക്കും സാമുവൽ ഫോർഡിനും ഒക്കെ അയച്ച കത്തുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുത്തിട്ട് ആകെ പറഞ്ഞ കാര്യം ഇന്ത്യയിലെ പട്ടികജാതിക്കാർക്ക് സവിശേഷമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്നതിന് ഞാൻ എതിരാണ്. അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മിസ്റ്റർ പ്രധാനമന്ത്രി, എന്റെ ജീവൻ വെടിഞ്ഞാണെങ്കിലും അത് തടയാൻ ഞാൻ മാത്രമേ ഇന്ത്യയിൽ അവശേഷിക്കുന്നുള്ളൂവെങ്കിൽ പോലും എന്റെ ജീവൻ ബലിയർപ്പിച്ചാണെങ്കിലും പട്ടികജാതിക്കാരുടെ സംവരണാവകാശം ഞാൻ തടയും. ഇത് പരസ്യമായി പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റം കാണിച്ച ഇന്ത്യയിലെ ഏക ഹിന്ദു മഹാസഭക്കാരനല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നമ്മുടെ ബഹുമാന്യരായ രാഷ്ട്രപിതാവാണോ ഗാന്ധി ആണോ ഈ നമ്മുടെ അവകാശത്തിനെതിരായി വട്ടമേശ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തിയത്. പ്രിയമുള്ളവർ, ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ഹിന്ദുക്കൾ വെട്ടിമുറിക്കപ്പെടുന്നു. ഹിന്ദുക്കൾ വെട്ടിമുറിക്കപ്പെടും. ഇത് ഗ്രാമങ്ങളിൽ വലിയ പ്രശ്നമുണ്ടാക്കും. എന്താണ് അന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള സ്ഥിതി? നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. നമുക്ക് പൊതു കിണറുകൾ ഉപയോഗിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, പൊതുവഴിയിൽ നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതാണ് ഗ്രാമങ്ങളിലെ സ്ഥിതി. എന്താ കാരണം? ഹിന്ദുത്വത്തിന്റെ ഭരണഘടനയായ മനുസ്മൃതി മുതൽ യജ്ഞവാക്യ സ്മൃതി മുതൽ ശങ്കര സ്മൃതി വരെയുള്ള സ്മൃതികളും ശ്രുതികളും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അന്ന് 300-ൽ പരം നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഭരണം നടത്തിയിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ല. അല്ലെങ്കിൽ 1919 ഇന്ത്യ ആക്ട് വന്നു. നമുക്കറിയാം 1935 പിന്നെ ഒരു ആക്ട് ഉണ്ടാവുന്നത്. ഇതിനകത്ത് ഒട്ടേറെ ഭരണപരമായ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കളയുന്നു. പക്ഷേ ഗാന്ധി ഇന്ത്യയിലെ ഹിന്ദുവിനെ ഈ മുറിക്കുകയാണോ കമ്മ്യൂണൽ അവാർഡിലൂടെ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് എന്ന് ആശങ്കപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ അംബേദ്കറെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ ശ്രമങ്ങളും ആരംഭിച്ചു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടുവന്ന് കോൺഗ്രസുകാർ മുതൽ ഇവിടെയുള്ള മുഴുവൻ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പൊ 1885 മുതലുള്ള കോൺഗ്രസിന്റെ 1917 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളെ ഒരു സമുദായം എന്ന നിലയിൽ, നമ്മളെ ഒരു ജനവിഭാഗം എന്ന നിലയിൽ ഈ ആളുകൾ പരിഗണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിഗണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. 1885 അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് MG റാനഡെ അടക്കമുള്ള ആളുകൾ ഈ പ്രശ്നത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ യോഗത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നിങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ പോരാടുമ്പോൾ ഇന്ത്യയിലെ അത്യന്തര കൊളോണിയലിസത്തിനെതിരെ പോരാടണമെന്ന് അംബേദ്കർ തന്നെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള MG റാനഡെ അടക്കമുള്ള ആളുകൾ 1885 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. 86 സമ്മേളനമുണ്ടായി, 87 സമ്മേളനമുണ്ടായി. ഓരോ വർഷവും ഇങ്ങനെ പ്രമേയങ്ങൾ പാസാക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ കൂടും. പക്ഷെ ആ സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ ഇന്ത്യയിലെ പട്ടികജാതിക്കാരന്റെ പ്രശ്നം പരിഗണിക്കണം. തർക്കമുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ തർക്കമുണ്ടായി. ഏതാണ്ട് 1917 ആവുമ്പോഴേക്കും സാമൂഹ്യ പരിഷ്കരണവാദികളൊന്നും രാഷ്ട്രീയ പരിഷ്കരണവാദികളെന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ചേരുതിരിവുകളുണ്ടായി. അതൊക്കെ ചരിത്രം. ആ സാമൂഹ്യ പരിഷ്കരണവാദികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദി മൈക്ക് കൊടുത്താൽ ആ സ്റ്റേജ് ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞ മഹാനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാനായ ഒരു നേതാവ് സാമൂഹ്യ പരിഷ്കരണവാദികൾക്ക് കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന വേദികൾ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പ്രസംഗിക്കാൻ കൊടുത്താൽ ആ സ്റ്റേജും മൈക്കും ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യം
എന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ തിലകനായിരുന്നു. വിപ്ലവകാരിയായ തിലകനായിരുന്നു. ഇന്ത്യയിലെ പട്ടികജാതിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് ചർച്ച ചെയ്താൽ ആ സ്റ്റേജ് ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞു. 1917 സ്റ്റേജ് കൊടുത്തില്ല. സുരേന്ദ്രനാഥ ബാനർജി പേടിച്ചു. WC ബാനർജിയൊക്കെ അതിനു മുമ്പ് തന്നെ പേടിച്ചിരിക്കുകയാണ്. സൊറാബിൻ ബാനർജി, ആനി ബസന്റ്, ഭയങ്കര പേരുകൾ. ഈ പേരുകൾ നമ്മുടെ കുട്ടികൾ ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കും, നമ്മളും പഠിക്കും. ഇവരൊന്നും ഈ പ്രശ്നമൊന്നും പരിഗണിച്ചിരുന്നില്ല. 1909 നമ്മുടെ ആനി ബസന്റ്, നമ്മുടെ ബുദ്ധിജീവിയായ ദാർശനികനായ വേദാന്തിയായ കൃഷ്ണമൂർത്തിയെ, അനാഥനായ ബ്രാഹ്മണ ബാലനായ കൃഷ്ണമൂർത്തിയെ എന്ന് നിങ്ങൾ വായിക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ടാവും. ജിത്തു കൃഷ്ണമൂർത്തി, നമ്മുടെ ജിത്തു കൃഷ്ണമൂർത്തിയെ എടുത്തു വളർത്തിയ ആനി ബസന്ത് 1909 ഇന്ത്യൻ റിവ്യൂവിൽ അധകൃതരുടെ ഉദ്ധാരണം എന്ന പേരിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പഞ്ചമിയെ പിടിച്ച് ഉരുരിട്ടമ്പലം സ്കൂളിലേക്ക് സമരം നടത്തി കഴിഞ്ഞപ്പോൾ 1910 സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നമുക്ക് വിദ്യാഭ്യാസം, ബ്രിട്ടീഷുകാരന്റെ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ്, അതവിടെ നിൽക്കട്ടെ. എന്നാലും രാജാക്കന്മാര് സ്കൂളിൽ നമ്മളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞപ്പോ ഇവരെ പഠിപ്പിക്കുന്നത് പോത്തിനെ കുതിരയൊക്കെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇവിടെ ഇദ്ദേഹം ലേഖനം എഴുതി എന്ന് നമ്മുടെ ചെറായി രാമദാസ് പറയുന്നുണ്ടല്ലോ. അത് ഇദ്ദേഹം മറ്റത് മോഷ്ടിച്ചെഴുതിയതാണ്. ഇന്ത്യൻ റിവ്യൂവിൽ 1909 ശ്രീമതി ആനി ബസന്റ്, ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അല്ലേ? കുട്ടികൾ, നമ്മുടെ ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീമതി ആനി ബസന്റ് ഈ പറയുന്ന ലേഖനം എഴുതി. എങ്ങനെ? നമ്മുടെ ആളുകൾ താഴ്ന്ന സ്ഥിരാപടലങ്ങളുള്ള പെട്ടെന്ന് തെറ്റുപെരുകുന്ന താഴ്ന്ന തരം ജീവിവർഗങ്ങളുടെ ഒരു കൂട്ടമാണ് ആര്? ഇന്ത്യയിലെ പട്ടികജാതിക്കാർ. ഇതാരാ പറയണത്? ജിത്തു കൃഷ്ണമൂർത്തിയെ എടുത്തു വളർത്തി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നായിക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലെ ഒക്കെ ആയിരുന്ന ശ്രീമതി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചരിത്രം ഒരുപക്ഷെ വിരസമായേക്കാവുന്ന ഈ ചരിത്രം പറച്ചിരുന്ന ഒരു സാങ്കത്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങളിൽ ആത്മജ്ഞരാകുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ട അവന്റെ പേരും നയിക്കും, ഞാൻ കത്തിക്കും എന്ന് പറയുന്ന തീവ്ര വിപ്ലവകാരികളായ ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, പക്ഷേ പട്ടികജാതിക്കാരന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ പറയുന്ന കാലത്താണ് വട്ടമേശ സമ്മേളനങ്ങളുടെ തുടർച്ചയിൽ ഇന്ത്യയിലെ പട്ടികജാതിക്കാർക്ക് ദ്വയാംഗ മണ്ഡലം എന്ന് പറയുന്ന സംവരണം മണ്ഡലങ്ങൾ. നമുക്കറിയാം, ഇപ്പൊ 14 പട്ടികജാതി MLA-മാർ കേരളത്തിൽ നിന്നുണ്ട്. ഈ സംവരണത്തിന്റെ ഒരു ദോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ അട്ടപ്പാടിയിലെ ഏതാണ്ട് 81.5 ഏക്കർ ഭൂമി, അതിനപ്പുറത്ത് ഭൂമി ഉണ്ട്, എങ്കിലും നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിച്ച, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച ഭൂമിയുടെ അളവ്. ഈ പറയുന്ന ഭൂമി ആദിവാസി ഭൂമി അന്യാധീനപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഒരു കമ്പനി ഉണ്ടാക്കും, ആ കമ്പനിയിൽ ഉണ്ടാവുന്ന ലാഭം ആദിവാസികൾക്ക് കൈമാറും എന്ന് മന്ത്രിസഭ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നു. 14 പട്ടികജാതി പട്ടികവർഗക്കാർ നിയമസഭയിലുണ്ടായി. ഇന്ത്യയില്ല.